ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്കിൻ കെയർ ചെയ്യാമെന്നുള്ളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള തേയിലയും അതുപോലെ തന്നെ കാപ്പിപ്പൊടിയും നമ്മുടെ ചർമ്മത്തിന് തിളക്കം കൂട്ടുന്ന ഒരു അടിപൊളി പാക്കും സ്ക്രബ്ബറുമാണ്. അപ്പം നമുക്ക് താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുപോലൊരു ബൗളിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാവേ. നമുക്ക് എത്രമാത്രം വേണം അതനുസരിച്ച് തേയിലപ്പൊടി എടുത്താൽ മതിയായിരിക്കും. നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. അതും കൂടി നമുക്ക് ആവശ്യത്തിന് എത്ര വേണം, നമ്മൾ തേയില എത്ര എടുത്തോ അതനുസരിച്ച് തന്നെ നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്കിനി വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ഞാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അധികം വെളിച്ചെണ്ണ ആവരുത്. അതിൽ എന്തുമാത്രം ഒഴിക്കണം എന്നുള്ള ആ ഒരു രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. എന്നിട്ട് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫേസിൽ ഇത് സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം. ഇതൊരു 5-10 മിനിറ്റ് ഫേസിൽ നല്ല മൃദുവായിട്ട് മസാജ് ചെയ്താൽ മതിയേ. എന്നിട്ട് ഇത് നമുക്ക് തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളത്തിലോ കഴുകിക്കളയാം. മസാജ് ചെയ്യുമ്പോൾ ഹാർഡായിട്ട് മസാജ് ചെയ്യാതെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് മസാജ് ചെയ്താൽ മതിയേ. ഫ്രണ്ട്സ്, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം നമ്മുടെ കാലാവസ്ഥ അതുപോലെ നല്ല ചൂടുള്ള ടൈമാണല്ലോ. അപ്പോൾ നമുക്ക് സൺടാനൊക്കെ അടിച്ച് ഫേസ് നല്ല ഡാർക്കായിരിക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫേസ് ക്ലിയർ ആകും കേട്ടോ. പിന്നെ ഈ പുറത്തിറങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ മേടിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് നമുക്ക് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ ഇതും ഇടയ്ക്കിടയ്ക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫേസ് കുറച്ചുകൂടി ഡാർക്ക്നെസ്സൊക്കെ മാറി കുറച്ച് ബ്രൈറ്റ് ആവാനും ഫേസ് നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുവാനൊക്കെ നല്ല ഒരു സ്ക്രബ്ബറാണ്. ഇതുകൊണ്ട് നമ്മൾ ഫേസിൽ മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുമല്ലോ. എന്നിട്ട് നമ്മൾ ഫേസിൽ ഒന്ന് തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുകയെ. നമ്മുടെ സ്കിന്നുണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതിപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ. നമ്മുടെ മൂക്കിൻ്റെ 2 സൈഡിലും അതുപോലെ ചുണ്ടിൻ്റെ 2 സൈഡിലും സ്പെഷ്യലായിട്ട് കുറച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അവിടെയൊക്കെ കുറേ നമ്മുടെ ഫേസിൽ ഡെഡ് സെല്ലൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫേസിലുള്ള ഡെഡ് സെല്ലൊക്കെ റിമൂവ് ചെയ്യാൻ ഈ സ്ക്രബ്ബർ നല്ലതാണ്. അപ്പോൾ അത് സ്പെഷ്യലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര ആഡ് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഒരുപാട് ഡെഡ് സ്കിൻ സെൽസ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നീക്കം ചെയ്ത് ഫേസ് നല്ല സോഫ്റ്റ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ പഞ്ചസാര. വെളിച്ചെണ്ണ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തത് നമ്മുടെ സ്കിന്നിൽ ഈർപ്പം നിലനിർത്താനും വരൾച്ച മാറ്റാനും വെളിച്ചെണ്ണ നമുക്ക് സഹായിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ നമ്മുടെ ചർമ്മമൊക്കെ നന്നായിട്ട് വരണ്ടായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണയും കൂടി യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫേസിൻ്റെ ആ വരൾച്ചയൊക്കെ മാറ്റി ഫേസ് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല തിളക്കമായിട്ടും ഇരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തൊടുമ്പോൾ തന്നെ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇനി ഫേസിൽ നമുക്കൊരു പാക്കും കൂടി ഇട്ട് കൊടുക്കാവേ. ഞാൻ കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയ തോതിൽ തേയില എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള തൈരും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു ക്രീം പരുവത്തിന് കിട്ടണം കേട്ടോ. നല്ല വെള്ളമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ അത് ഇരിക്കത്തില്ല. അപ്പോൾ ഇത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് എന്തോരം വേണം അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുന്നതല്ലേ, അപ്പോൾ ഫേസിലിടാൻ വേണ്ടി അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണേ. വെള്ളം പോലെ ആവരുത്, ഈ ഒരു പരുവത്തിന് തന്നെ കിട്ടണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും തൈരും ഇട്ട് ഈ പാക്ക് ഞാൻ ഫേസിൽ ലാസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ കാപ്പിപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ ഫേസിന് ഇൻസ്റ്റൻറ്റ് ഗ്ലോ നൽകാൻ പറ്റിയൊരു
സൂപ്പർ സംഭവമാണ്. ഫേസിൽ വെറുതെ ഇട്ടാലും ഫേസിൽ നല്ല സോഫ്റ്റ് ആക്കാനും ഗ്ലോ കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ ഇപ്പോൾ തേയിലപ്പൊടി നമുക്ക് ഒരുപാട് ആൻറ്റി ഓക്സൈഡുകൾ തേയിലയിലുള്ളത്, അതും ഫേസിന് നല്ലതാണ്. തൈരിപ്പോൾ നമുക്ക് ചർമ്മത്തിൻ്റെ നമ്മുടെ സ്കിന്നിലുണ്ടല്ലോ സോഫ്റ്റ് ആക്കാനും നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കാനും സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ തൈര് എന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടി അപ്പോൾ മിക്സ് ചെയ്ത് നമ്മൾ ഫേസിൽ തേക്കുമ്പോൾ നല്ല അടിപൊളി റിസൾട്ട് ഉണ്ടാകുന്ന കാര്യം അതിനൊരു സംശയവും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്തോരം നേരം ഇപ്പോൾ ഇത് ഫേസിൽ വെക്കണം എന്ന് ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ 5-10 മിനിറ്റ് ഇത് നമ്മൾ ഫേസിലൊന്ന് ഉണങ്ങി പിടിക്കുന്ന വരെ വെക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് കഴുകിക്കളയാം. മസാജ് ചെയ്യണം കേട്ടോ ഇത് തേക്കുമ്പോഴേ. ഇപ്പോൾ മസാജ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൻ്റെ സർക്കുലേഷൻസൊക്കെ ഫേസിൽ കൂടാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മളിത് ഫേസിലിട്ട് കഴിഞ്ഞിട്ട് കഴുകിക്കളയുകയാണെന്നുണ്ടെങ്കിൽ ഫേസിൽ നല്ല മാറ്റം ഉണ്ടാകും, നല്ല ക്ലിയർ സ്കിന്നായിട്ടിരിക്കും കേട്ടോ. അത് ഈ ടൈമിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. നമ്മൾ വെയിലത്തൊക്കെ പോയി ഒരുപാട് വരണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ ഫേസ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി സോഫ്റ്റും ക്ലിയറും ആകാൻ നല്ലൊരു അടിപൊളി പാക്കും സ്ക്രബ്ബറും ആണ്. ഈ പാക്ക് ഞാൻ തേച്ചിട്ട് ഇപ്പോൾ 5 മിനിറ്റ് ആയേ. ഇപ്പോൾ ഞാൻ കട്ട് കുറച്ചാണ് ഇട്ടേക്കുന്നത്. ഇത് നല്ല കട്ടിക്കും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടോ, ഇത് ഫേസിൽ മൊത്തവും ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് ഉണങ്ങി 5 മിനിറ്റായി, ഇത് ഫുള്ള് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ഫേസ് നല്ല അടിപൊളിയാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം സ്ക്രബ്ബർ ചെയ്യണം കേട്ടോ. സ്ക്രബ്ബറിന് ശേഷമാണ് നമ്മൾ ഈ പാക്ക് ഇടേണ്ടത്. അപ്പോൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് കഴിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ. ഇപ്പോൾ തന്നെ ഞാൻ ഒരു ഭാഗം കളഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. മസ്റ്റായിട്ട് നിങ്ങൾക്കും സൺടാനൊക്കെ അടിച്ച് ഫേസ് ആകെ ഡള്ളായിട്ടിരിക്കുകയാണ്, മൂക്കുരിൻ്റെ പാട് മാറണില്ല, ഫേസ് ഡാർക്കായിട്ട് ഈ വെയിലടിച്ചിട്ടുള്ള ഡാർക്ക്നെസ് ഒക്കെ ഉള്ളൂ അതൊക്കെ മാറി ഫേസ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഞാൻ സത്യമായിട്ട് പറയുന്നത് ഇത് നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇത് ശരിക്കും അടിപൊളിയാണ്. എനിക്ക് ഇത് ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. ഞാനിത് പണ്ടിട്ടേ ഞാൻ ഈ കാപ്പിപ്പൊടി മിക്സ് ചെയ്ത് ചെയ്യുന്ന പാക്കാണ്. അപ്പോൾ എനിക്കിത് നല്ല റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ചെയ്യുന്നവരുണ്ടാവും, അപ്പോൾ അവർക്കറിയാം ഇത് എത്രത്തോളം സെറ്റാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെയിലൊക്കെ അടിച്ച് നമ്മുടെ ഫേസൊക്കെ ആകെ ഡള്ളായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം സ്ക്രബ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് ഈ പാക്ക് നിങ്ങൾ ഇട്ട് നോക്കും. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പം ഈ വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസിനെ ഇപ്പോൾ തൂത്ത് കളയുമ്പോൾ തന്നെ മനസ്സിലാകും കണ്ടോ, നല്ല സെറ്റായിട്ടാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എനിക്ക് ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണും വരെ ബൈ ബൈ, സീ യു.